വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അല്പസമയത്തിന് മുൻപ് വിശ്രാംപൂർ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു. കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടി ബാങ്കിന്റെ നാലാഭാഗവും പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വിശ്രാംപൂർ ബാങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്പെക്ടർ മൻമാനി, ഐ എം CID ഓഫീസർ ഖന്ന. എന്നെ വിശ്രാംപൂരിലേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി അയച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഇവിടെ ക്രൈം വളരെ കൂടുതലാണത്രേ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സാർ, ആ ഘട്ടവും പട്ടവും ബാങ്ക് കൊള്ള നടത്തുകയാണ്. അനങ്ങിപ്പോകരുത്. സോറി സാർ. നീ എന്തിനാ പിന്നെ പുറത്തു നിൽക്കുന്നത്? ഉടനെ തന്നെ അകത്തേക്ക് പോയി അവരെ പിടിക്കേ. ഓക്കെ സാർ. ഘട്ടു ബട്ടു ഹാൻഡ്സ് അപ്പ്. ഞാൻ അകത്തേക്ക് വരുവാണ്. ഞാനിപ്പോ പുറത്തേക്ക് വരികയാണ്. സാർ സാർ, ഞാൻ പിടിച്ചു. ആ ഘട്ടുവിനെയും ബട്ടുവിനെയും പിടിച്ചു. നീ കള്ളനെയല്ല, എന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പമ്പര വീട്ടി. എന്നെ വിട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ സിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൈം എന്ന്. ഇൻസ്പെക്ടർ മൻമാനി, കള്ളൻ ഓടിപ്പോകുന്നു. അവനെ പുറകെ പോയി പിടിക്കേ. വേഗം. ഘട്ടുപട്ടു, അവിടെ നിൽക്ക്. നിയമത്തിന്റെ കാലുകൾക്ക് നീളം കൂടുതലാണ്. ഓടാൻ ശ്രമിച്ചാൽ ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഈ ഘട്ടവും പട്ടവും ആരാ എനിക്ക് അറിയില്ലല്ലോ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അല്ല ബോസ്, അപ്പൊ ആദ്യത്തെ പേര് എന്താ? വായടക്കടാ. സിംഹം സംസാരിക്കുമ്പോ എലികൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. ഷേർ സിംഗ്, സറണ്ടർ ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. അവരെ പോയി ഇടിച്ചിട്ട് ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാടാ. സെൽഫ് കോൺഫിഡൻസ് എല്ലാം വേസ്റ്റ് ആയി പോയല്ലോ. പെട്ടെന്ന് വണ്ടി കയറി വാ, നമുക്ക് അവരുടെ പിന്നാലെ പോണം. അനങ്ങിപ്പോകരുത്. മേഡം, സാറ് കള്ളനല്ല, പോലീസാണ്. ചായ തരൂ. ചായയൊക്കെ തരാം സാറേ. ആദ്യം ജീപ്പിനകത്തോട്ട് കേറ് സാറേ. ഘട്ടുപട്ടു, അവിടെ നിൽക്കേ. ഹലോ എവരിബഡി. സോറി ജെന്റിൽമാൻ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ ചിപ്പിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗട്ടു ബട്ടു സെക്യൂർ ചെയ്ത് തന്നിട്ടുണ്ട്. ആരെങ്കിലും കോറിഡോറിനകത്ത് കയറിയാൽ തന്നെ അപ്പൊ തന്നെ അലാറം അടിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഈ ചിപ്പ് മോഷ്ടിക്കാന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ഇംപോസിബിൾ. പ്ലീസ് റിലാക്സ്. ഗട്ടുപട്ടു സാർ, അലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഓൾ ഓക്കെ. മീറ്റിംഗ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. പ്ലീസ് പുട്ട് ഇറ്റ് ഓൺ സ്റ്റാൻഡ് ബൈ മോഡ്. ഇറ്റ്സ് ഓൺ സ്റ്റാൻഡ് ബൈ മോഡ്. എല്ലാരും അലേർട്ട് ആയിട്ടിരിക്കണം. ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം.
ജെന്റിൽമാൻ, നിങ്ങൾക്ക് യാതൊരു വിഷമവും വേണ്ട. അലാറം സ്റ്റാൻഡ് ബൈയിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോ അലാറം സ്റ്റാൻഡ് ബൈ മോഡിലാണ്. നമ്മൾ ഈ റൂം വിട്ട് പോയതും ഉടൻ അപ്പൊ തന്നെ ആ അലാറം പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനുശേഷം ഇതിനകത്തൊരു പരുന്തിന് പോലും അകത്ത് കയറാൻ കഴിയില്ല. ഇൻഫാക്ട് മോളിന്ന് വരാൻ പോലും യാതൊരു സാധ്യതയുമില്ല. എല്ലാവർക്കും മനസ്സിലായോ? ജനറൽ മേത്ത, ഞാൻ ആർമിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. എതിരാളിയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയും. ഇദ്ദേഹമാണ് ഹിതൻ. ഹീസ് മൈ പാർട്ട്ണർ. എന്റെ കണ്ടുപിടുത്തത്തിന് ഇദ്ദേഹം ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ ചിപ്പിന്റെ മാജിക് ഇദ്ദേഹം ഇപ്പൊ കാണിച്ചു തരും. ഷുവർ കാൻ, ഷുവർ. ഞാൻ ഇപ്പോൾ കാണിക്കാം. ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സൈറ്റ് ആകും. ഈ മാപ്പില് നിങ്ങൾക്ക് ചില റെഡ് ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ ബാങ്ക്. പിന്നെ ഓരോ നാട്ടിലും അത് വ്യത്യസ്തമായി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മാജിക് കാണിച്ചു തരാൻ പോവുകയാണ്. ഈ ആരോസ് എന്താണ്? ഈ ഡയറക്ഷൻ വഴിയാണ് ബാങ്ക് കൊള്ളയടിക്കാൻ ആ കമാൻഡ് വരിക. അല്പസമയത്തിനുള്ളിൽ അതിന്റെ ജോലി കൃത്യമായിട്ട് അത് ചെയ്യും. അതിനുശേഷം ഒരു തെളിവും കിട്ടാനും സാധ്യതയില്ല. ആൻഡ് നോ വൺ ക്യാൻ നോ ആരാണ് ബാങ്ക് കൊള്ളയടിച്ചെന്ന്. മനസ്സിലായല്ലോ? എന്റെ ബാങ്ക് അക്കൗണ്ട് 0 ബാലൻസോ? എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ആ ചിപ്പിന്റെ കളി തന്നെ ആയിരിക്കണം. എന്റെ ബാങ്ക് അക്കൗണ്ടും കാലിയായിട്ടുണ്ട്. എന്റെ ബാങ്ക് അക്കൗണ്ടിലും ഒന്നും കാണുന്നില്ലല്ലോ. അല്ല, ഇതെങ്ങനെ സംഭവിച്ച? ഇതാണ് ആ ചിപ്പിന്റെ മാജിക്. നമ്മുടെ അടുത്ത നാടുകളിലെ ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ആ നാട്ടുകാർ വരും പിച്ചക്കാര്. യുദ്ധത്തിന് പങ്കൊള്ളാതെ അവർ പരാജയപ്പെടും. മനസ്സിലായല്ലോ? മിസ്റ്റർ ഹിതേൻ, ഇവരുടെ പൈസ ഇപ്പൊ തന്നെ തിരിച്ചയച്ചേക്ക്. വളരെ നല്ല ഗാഡ്ജറ്റാണിത്. മിസ്റ്റർ കെ എൻ, നിങ്ങളുടെ ഇൻവെൻഷൻ വളരെ നന്നായിരിക്കുന്നു. നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ നമ്മുടെ സൈന്യത്തെ വളരെ ശക്തരാക്കാൻ കഴിയും. യു ആർ ഗ്രേറ്റ് മിസ്റ്റർ കെ എൻ സിംഗ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ദ സെഞ്ചുറി. താങ്ക് യു സർ. പക്ഷെ ഇതിൽ അല്പം പെർഫെക്ഷൻ കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെ എന്തായാലും ആർമിയിലേക്ക് ഏൽപ്പിക്കാം. ഞാനിത് വെറും ആർമിക്ക് വേണ്ടി മാത്രം ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. മനസ്സിലായല്ലോ? മീറ്റിംഗ് ഈസ് ഓവർ ജെന്റിൽമാൻ. ലെറ്റ്സ് ഗോ ഹോം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ഷേർ സിംഗ് ആരാന്ന്. ഷേർ സിംഗ് ആ സൈഡിൽ പോണ്ട് ബ്രിഡ്ജ് തന്നെ പൊട്ടിച്ചു കളഞ്ഞല്ല. ഈശ്വര, ബട്ടുടെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ പ്രശ്നം ഇവിടെ തന്നെയാണ്. ബട്ടു, നീ വിഷമിക്കണ്ടെന്നേ. പ്രശ്നങ്ങളൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. ദേ, പ്രൊഫസർ നമുക്ക് ഈ ജാക്കറ്റ് തന്നിട്ടുണ്ട്. ഇത് ആദ്യം നീ അങ്ങ് ധരിക്കാൻ നോക്ക്. ബട്ടു, ബോഡി കൺട്രോളിൽ വെക്കണം. Come on. ഓക്കെ.
കണ്ടോ ബോസെ, കട്ടുപെട്ട് എത്ര അടിപൊളിയായിട്ട് ഡൈവ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ശരിക്കും ഹീറോസ് തന്നെയാ. ശരിക്കും ഹീറോ. എടാ മണ്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ വായി നോക്കി നിൽക്കുകയാണെങ്കിൽ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ആരുമില്ല ബോസെ, ആരുമില്ല. നിങ്ങളല്ലേ പറഞ്ഞ കട്ടുപെട്ട് അവിടെ താഴെ വീട് ചാവാൻ പോവാണെന്ന്. അത് കാണാൻ വേണ്ടിയാ ഞങ്ങൾ രണ്ടുപേരും വന്ന്. എന്താ കണ്ടൂടാ ബോസെ? നിങ്ങളെ പോലെ മണ്ടന്മാരെ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നില്ലേ? അതിനെനിക്ക് ശിക്ഷ വേണ്ടതാണ്. വേഗം പോയി ആ സ്റ്റിയറിംഗ് പിടിക്കടാ. ബോസ് എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇരുന്നാ പറയും അവിടെ പോയിരിക്കാൻ, അവിടെ ഇരുന്നാ പറയും ഇവിടെ ഇരിക്കാൻ. എന്താ ബോസ് എപ്പോഴും എങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം? ഞാൻ ബോസിനോട് മിണ്ടൂല, ഞാൻ പിണക്കത്തില്ല. എടാ മണ്ടന്മാരെ, വേഗം പോയി ഞാൻ പറഞ്ഞ ജോലി ചെയ്യടാ. ഗട്ടു, ഈ ഷേർ സിംഗ് എവിടെ പോയി? ഈ ഷേർ സിംഗ് എവിടെ പോയി? ബട്ടു, നീ മലന്ന് കിടന്നാണ് റോൾ ചെയ്യുന്നത്. കമന്ന് കിടന്നാലേ കാണാൻ പറ്റൂ. കമോൺ. ഗട്ടു എന്റെ സുഹൃത്തേ, ഞാനും ഇതാ വരുന്നു. ഈ ബട്ടു 2 സ്റ്റെപ്പ് മുന്നോട്ട് പോന്ന് വിചാരിച്ചപ്പോ 4 സ്റ്റെപ്പ് പുറകോട്ടാണല്ലോ വന്നത്. മുകളിൽ കയറി എന്താണ് ചെയ്യുന്നത്? താഴെ ഇറങ്ങണോ? ഈ ബട്ടൂരൊരു കഴുതെ പോലെ ആക്കിയല്ലോ ഇവരൊക്കെ ചേർന്ന്. ഇറങ്ങണം തടിയന്മാരെ. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഓടുന്നവന്റെ രണ്ടാമത്തെ പേര് ഷേർ സിംഗ്. എന്താ ഓടി രക്ഷപ്പെടാൻ മുൻപന്തിയിലാണ്. അല്ല, എങ്ങോട്ട് പോകുന്നു? കെട്ടുപറ്റു സാറേ, ഇന്ന് ഞങ്ങൾക്ക് ലീവാ. ഞങ്ങൾക്ക് ഇന്ന് ലീവാണ്. ഇന്ന് ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ആരോ ഷെയർ സിംഗിന് ഫോൺ ചെയ്ത് ഇന്ന് കെട്ടുപറ്റു സാറും ഗാർഡ്സും പോലീസും ഒക്കെ എല്ലാവരും KNCയുടെ ചിപ്പ് സെക്യൂരിറ്റി ചെയ്യാൻ പോവെന്ന്. അതുകൊണ്ട് ഇന്ന് ബാങ്ക് മോഷ്ടിക്കുന്നവർക്കൊക്കെ നല്ല ദിവസമാണെന്നാ പറഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബോസ് ഷെയർ സിംഗ് മോഷ്ടിക്കാൻ വേണ്ടി പോയത്. ഈ പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കൂ. ഇനി ഞങ്ങൾ ലീവ് ദിവസത്തിൽ മോഷ്ടിക്കില്ല. ഞങ്ങൾ ഒരിക്കലും മോഷ്ടിക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടുകയാണ്. ഗട്ടു, ഗുഡ്സ് ട്രെയിൻ എത്തിനാ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇറക്കും. പെട്ടെന്ന്. പറഞ്ഞോളൂ സാർ, എത്രയും പെട്ടെന്ന് വന്നേ. KN സിംഗിന്റെ അവിടെ നിന്നും മൈക്രോ ചിപ്പ് മോഷണം പോയിരിക്കുന്നു. ഓ നോ ബട്ടു, നമുക്ക് വേഗം പോണം. KM സിംഗിനെ മൈക്രോ ചിപ്പ് മോഷ്ടിച്ചു എന്ന്. ബട്ടു, നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഗട്ടു ബട്ടു, വേഗം. നിങ്ങളെ വിശ്വസിച്ചാണ് ആ ചിപ്പ് ഞാൻ ഇവിടെ വെച്ചത്. നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതെനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. മനസ്സിലായല്ലോ? കള്ളന്മാർ ഈ നഗരത്തിലെ ബാങ്ക് മുഴുവനും മോഷ്ടിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങ് വരൂ. CCTV ഫൂട്ടേജിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. വരൂ. ആരാ? ഇതാരോ അകത്തുള്ള ആള് ചെയ്യുന്ന കാര്യമാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാ,
കോറിഡോറിന്റെ അകത്തേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഈ അലാറം അടിക്കാത്തത്? എന്തുകൊണ്ട് അടിച്ചില്ല? CCTVയുടെ ബട്ടൺ ഇവിടെ ഉണ്ട്, പക്ഷെ അലാറിന്റെ ബട്ടൺ നമ്മുടെ അടുത്തല്ലേ ഉള്ളത്. ഇതെന്തുട്ടാ? ഗട്ടു വാ, എന്റെ പിന്നാലെ വാ. ഇങ്ങോട്ട് വാ ഗട്ടു. നോക്ക്, ഇത് ഒട്ടുന്നു കണ്ട, ഒട്ടുന്നു. പില്ലറില് ഓട്ടാ. പിന്നെ ദേ ആ വിൻഡോയില് അതൊരു കൊക്കിയിട്ടിരിക്കുന്ന അടയാളമാണ്. ഇതുവഴി റോപ്പ് ഉപയോഗിച്ചായിരിക്കണം അവർ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. ഓ, ബട്ടൂടെ 6th സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കണം ഈ മോഷണം നടന്നിട്ടുണ്ടാവുക. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ എനിക്ക് കൂടി കാണണം. കലക്കി കളഞ്ഞു എന്റെ ബട്ടു. നീ ആലോചിച്ചത് ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ അകത്തുള്ള ആരാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. എന്ത്? അകത്തുള്ള ഒരാളോ? അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ല. നോക്ക്, അവൻ CCTV ഓഫ് ചെയ്യുന്ന കണ്ട. അവന്റെ വിരല ഗ്ലൗസിന്റെ അടുത്ത് കണ്ടില്ലേ ഒരു ഡയമണ്ട് റിംഗ് ഇരിപ്പുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഹേയ് സൂപ്പർ. ഈ കള്ളന്മാരെ എത്ര തന്നെ ബുദ്ധി പ്രയോഗിച്ചാലും അവന്മാരെ ക്ലൂ വിടാതെ പോവാറില്ല. ശരി, നിങ്ങൾ പറയൂ, ആരായിരിക്കും ഡയമണ്ട് റിംഗ് ഇട്ടിട്ടുണ്ടാവുക? ഇല്ലില്ല, അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ല. അവൻ എന്റെ പാർട്ട്ണറാണ്, അവൻ എന്നെ ചതിക്കില്ല. അങ്ങനെയാണെങ്കിൽ 100% ആയിട്ടും അയാൾ തന്നെയാണ് ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയായി പറയണത്? മനസ്സിലായോ? അദ്ദേഹം എന്റെ പാർട്ട്ണർ മിസ്റ്റർ ഹിതൻ റാവലാണ്. അദ്ദേഹമാണ് ഇവിടെ ഡയമണ്ട് റിംഗ്സ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? ഇവിടുത്തെ പ്രോജക്ട് മുഴുവൻ ഫൈനാൻസ് ചെയ്തത് അദ്ദേഹമാണ്. മനസ്സിലായോ? സോ അദ്ദേഹം ഒരിക്കലും മോഷ്ടിക്കില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. ഒരു മിനിറ്റ്. ഈ ബട്ടൂർ ഒരു ക്രിമിനൽ സ്മെല്ല് വരുന്നുണ്ട്. ക്രിമിനൽ സ്മെല്ല്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് റോബറി വെറും ഒരു ഡൈവേർഷൻ ആയിരുന്നു. ഹിതേൻ റാവൽ ആ ഷെയർ സിംഗിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും പോലീസും ഗട്ടു ബട്ടുവും ആ ചിപ്പിന്റെ സെക്യൂരിറ്റിയിലാണെന്ന്. അപ്പോഴല്ലേ നമ്മളും മൻമാനി സാറും ഷെയർ സിംഗിന്റെ പുറകെ പോകൂ. പിന്നെ അവൻ വളരെ എളുപ്പത്തിലല്ലേ മോഷ്ടിച്ചിട്ട് പോയത്. എന്തൊട്ട് സോളിഡ് പ്ലാൻ ആയത് കേട്ടു. ശരിക്കും നല്ല പ്ലാനിങ് ആണല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലട്ടാ. ഇപ്പൊ എന്താണ് ആലോചിക്കേണ്ടതെന്ന് വെച്ചാ അയാളിപ്പോ എവിടെ പോയിട്ടുണ്ടാവുന്നതാണ് നമ്മളിപ്പോ നല്ലോണം ആലോചിക്കേണ്ടത്. സർ, ഹിതൻ സാർ മീറ്റിംഗിന് ശേഷം ഹോങ്കോങ്ങിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു സർ. പിന്നെ ഞാനുണ്ടല്ലോ, അവര് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നു. എയർപോർട്ടിൽ ടിക്കറ്റുമായി കാത്തിരിക്കുകയാണെന്ന്. അവിടെ കാണാമെന്ന്. ഇതിന് ഞാൻ തന്നെ ഒരു വഴി ഉണ്ടാക്കും. അത്ര പെട്ടെന്ന് അവനങ്ങനെ ഹോങ്കോങ്ങിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഞാൻ വിളിച്ചു പറയും, അവിടുത്തെ പോലീസ് വെറുതെ ഇരിക്കില്ല. അവൻ എത്ര വലിയ ബുദ്ധിശാലിയാണെന്ന് അറിയോ? അവൻ അത്ര മണ്ടനൊന്നും അല്ല. അവൻ ഫോണിൽ സംസാരിച്ചത് ഗോഡ്സിനെ കേൾക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവന്റെ പ്ലാൻ അതായിരുന്നു. അത് കേട്ട് ഗോഡ്സ് നമ്മളോട് പറയും അവൻ ഹോങ്കോങ്ങിലേക്ക് ബൈ എയറിൽ പോകുന്നു എന്ന്. പക്ഷെ അവൻ പോകുന്നത് ഷിപ്പിലൂടെ ആയിരിക്കും, ഹോങ്കോങ്ങിലായിരിക്കില്ല, വേറെ എവിടെങ്കിലും. ബട്ടു, നമുക്ക് വേഗം തന്നെ പോണം. കെൻ സിംഗ് സർ, ഹിതൻ കാണാൻ എങ്ങനെയുണ്ടാകും? അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. എന്നാ വാ കിട്ടു, നമുക്ക് പെട്ടെന്ന് പോവാം. എന്ത് മോഷണോ? ഓക്കെ, ഓവർ. കന്നാ സാർ, എന്റെ കന്നാ സാർ, ഒരു ന്യൂസ് ഒന്ന് വന്നിട്ടുണ്ട്. കേൻ സിംഗ് സാർ ആർമിക്ക് വേണ്ടി ഒരു ചിപ്പ് തയ്യാറാക്കിയിരുന്നില്ലേ, അത് മോഷണം പോയത്രേ. നിങ്ങൾ വേണമെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കോളൂ. ഈ കളവിന്റെ പുറകിൽ ആ ഗട്ടുബട്ടുവിന്റെ കൈകൾ തന്നെ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, അനങ്ങിപ്പോകരുത്. സോറി സാർ. ഇൻസ്പെക്ടർ മൻമാനി, ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ മോഷണങ്ങളിലും ഈ ഗട്ടുപട്ടു തന്നെയാണോ ഉൾപ്പെട്ടിരിക്കുന്നത്? അവർക്ക് രണ്ടുപേർക്കും സെക്യൂരിറ്റി ഏജൻസി ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു.
ഹായ് മൻമാനി, നിനക്ക് സൈക്കിൾ ഓട്ടിക്കാൻ ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഈ ജീപ്പ് വെച്ചിരിക്കുന്നത്? പറയൂ. എനിക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംഭവിക്കാറുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ചമ്മക് സിംഗ് ചായ തരൂ. ഗട്ടു നോക്ക് നോക്ക് നോക്ക്, അവിടേക്ക് നോക്ക്. അവനാണ് ഹിതേൻ റാവൽ. ദേ ഈ ഫോട്ടോയിലുള്ള ഫേസ് അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്, നോക്ക്. ബട്ടുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെന്തോ പ്രശ്നം വരാൻ പോകുന്നുവെന്ന്. എത്രയും പെട്ടെന്ന് വരുന്ന പോലെയുണ്ട്. ബട്ടു ബട്ടു വേഗം ആ മോട്ടോർ ബോട്ടിലേക്ക് കേറ്. പ്രശ്നം ജീപ്പിലാണ് വരുന്നത്. ജീപ്പില് വേഗം കമോൺ. ബട്ടു എവിടെയാണ് ഓടുന്നത്? എവിടെയാണ് ഓടുന്നത്? നിയമത്തിന്റെ കാലുകൾക്ക് നീളം കൂടുതലാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. അവിടെ നിൽക്കേ, അനങ്ങിപ്പോവരുത്. വേണ്ട, ഓടരുത്. അവിടെ നിൽക്കേ. ഗട്ടു പ്രശ്നം വരുന്നു, പ്രശ്നം വരുന്നു. മൻമാനി സാർ വരുന്നുണ്ട്. മൻമാനി സാർ വന്നു പെട്ടെന്ന്. വേണ്ട, അവിടെ നിൽക്കേ, അവിടെ നിൽക്കാൻ. ഗട്ടു അവിടെ നിൽക്കാൻ. അനങ്ങിപ്പോവരുത്. എന്താ ഇത്? ആരെങ്കിലും ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ. വേണ്ട, നിർത്തൂ, ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ. വേണ്ട. എന്താ ഇത്? അടങ്ങിപ്പോവരുത്. എന്താ ഇത്? അവിടെ നിൽക്കൂ. അവിടെ നിൽക്കാൻ. ഇതെവിടെയാ മേലോട്ട് പോകുന്നത്? അനങ്ങിപ്പോവരുത്. ആ വരൂ വരൂ ഗട്ടു ബട്ടു, നിങ്ങൾ രണ്ടുപേരും വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കുതിരകളാ. ഓടി ഓടി അവസാനം എന്നെ പിന്തുടർന്ന് ഇവിടം വരെ എത്തിയോ? ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ബിസിനസിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിപ്പോ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കി പോണെന്നോ? ഇത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾ എങ്ങനെ പോകാൻ പറ്റും? ഇത്രയും വലിയ കടലില് ഞങ്ങളുടെ വഴി എവിടെ നോക്കിയിട്ട് ഞങ്ങൾ പോവാനാ? തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയിട്ട് ഇങ്ങനെ പറയോ? ഓ എന്റെ ബട്ടു, അവര് പറഞ്ഞതിന് അർത്ഥം ഇവിടെ നിന്ന് നമ്മളോട് പോകാനാണ്. അതുപോലും നിനക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു നീ വലിയൊരു ബുദ്ധിമാനാണെന്ന്. നീ എന്താ വിചാരിച്ചേ ഞാനൊരു മണ്ടനാണെന്നോ? ഞാൻ ഈ ചിപ്പിന്റെ മുകളിൽ എത്ര ക്യാഷാ ഇൻവെസ്റ്റ് ചെയ്തെന്നറിയോ? എന്നിട്ട് ഞാനിത് ആർമിക്ക് കൊടുക്കുന്ന കരുതിയേ? അല്ലേലും ഓരോരോ ബാങ്കിനെ കൊള്ളയടിക്കുന്നതിൽ ഒരു രസമില്ല. അതുകൊണ്ട് എല്ലാം ഒറ്റ തവണ കൊണ്ട് മൊത്തമായിട്ട് അങ്ങ് കൊള്ളയടിക്കണം. പിന്നെ ഈ ചിപ്പിന് ഇന്റർനാഷണൽ ബ്ലാക്ക് മാർക്കറ്റിൽ അങ്ങ് വിറ്റേക്കണം. അങ്ങനെ ഞാൻ കോടീശ്വരനാകും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നോളൂ. ഞാൻ നിങ്ങളെ എന്റെ പാർട്ട്നേഴ്സ് ആക്കാവുന്നേ. എനിക്ക് നിങ്ങളെ പാർട്ട്നേഴ്സ് ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത് ഹിതേൻ റാവൽ. ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്താ കരുതിയേ ഞാൻ ഇവരെയൊക്കെ വെറും പിക്നിക്കിന് കൊണ്ടുപോകാൻ കൂടെ കൂട്ടിയതാണെന്നോ? ചിപ്പ് എന്താ ഹൽവയാണോ? നിങ്ങൾ വരും, അതെടുത്ത് കഴിക്കും, അത് കഴിഞ്ഞ് ഏമ്പൊക്കെ വിട്ട് നിങ്ങൾക്ക് അങ്ങ് പോവാമെന്ന് കരുതിയോ? എന്നാ നിങ്ങൾക്ക് തെറ്റി മക്കളെ. എന്നാ നമ്മുടെ പിള്ളേർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തോളൂ.
ഹേ ഗട്ടു അടിച്ചടാ, ലോട വേദനിക്കുന്നു. എന്റെ പല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു എന്നാണ് അവന്മാര് തോന്നുന്നത്. എനിക്ക് വേദനിക്കുന്നു. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? ഒരു മിനിറ്റ്, നിങ്ങളടുത്ത് ഐസ് ഉണ്ടോ? ഈ ഐസ് നിങ്ങളായിരുന്നോ? സോറിയാ. ഇയാള് വില്ലനല്ലേ? ഇയാൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ? ഞാനൊരു മണ്ടനായി പോയി. സോറി കേട്ടോ, സോറിയാ. ഓ, ഇവിടെ ഐസ് ഉണ്ടായിരുന്നോ? കൊല്ലടാ ഇവനെ. ഭക്ഷണം. ഹലോ ബ്രദർ, ഒരു ഐസ് തരുവോ? മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നേ. ഹെൽപ്പേ. ഞാനൊരു കാര്യം ചെയ്യ, പോയി ഐസ് എടുത്തോണ്ട് പോവാ. അതൊരിക്കൽ ബോക്സ് ഞാൻ ഭദ്രമായിട്ട് വെച്ചോളാം. ബോക്സ് എടുത്തെറിയ ഇങ്ങോട്ട്. കമോൺ, വേഗം. എന്റെ ഈശ്വരാ, ഓഹോ, ഇതാ ചിപ്പിള് ബോക്സ് അല്ലേ? ചിപ്പിള് ബോക്സ്. കമോൺ ബട്ടു, വേഗം എടുത്ത് ചാട്. ചാടാനാ പറഞ്ഞത്. അതിലിവരെന്നെ ചാടാൻ സമ്മതിച്ചാലല്ലേ കെട്ടു. വേണ്ട, അനങ്ങി പോവരുത്.
അവരെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാ. അണങ്ങി പോവരുത്, അണങ്ങി പോവരുത്, അണങ്ങി ഈ കട്ടു മന്മാനി സാറ് പുറകിൽ ഇങ്ങനെ തൊങ്ങിക്കൊണ്ട് വരികയാണല്ലോ. അതിന്റെ പുറകിൽ ഹിറ്റ് ആൻഡ് ട്രാവലും വരുന്നുണ്ട്. ഗട്ടു ബട്ടു അവിടെ നിൽക്കേ, അണങ്ങി പോവരുത്. അയ്യോ വേണ്ടെന്ന് പറഞ്ഞില്ലേ. വേണ്ട വേണ്ട. ഇൻസ്പെക്ടർ മൻമാനി ഇവിടെ വാട്ടർ സ്പോർട്ട് കളിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ സാറേ, ഇയാൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞത് കേട്ടോടെ. ഇതാരാണ്? കട്ടു അവനിതാ ഹെലികോപ്റ്ററിൽ നിന്ന് ചിപ്പ് എടുത്തോണ്ട് പോകുന്നു. ഇതിനൊക്കെ കാരണം ഷേർ സിംഗ് ആയിരുന്നു. കേട്ടു ആ ചിപ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണോ വിചാരിച്ചത്? ഞാൻ ഷേർ സിംഗ് ആണ്, ഷേർ സിംഗ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. അവനെ വിട്ടേക്കരുത്. നീ എന്റെ ആളെ തന്നെ തല്ലിയല്ലേ? നീ എന്റെ കണ്ടീഷന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ മുകളിൽ കേറ്റൂ. അതായത് ആ ചിപ്പിൽ പകുതി പങ്ക് എനിക്ക് തരണം. സിമ്പിൾ. തരാം. ആദ്യം എന്നെ നീ മുകളിലേക്ക് കയറ്റ്, വേഗം കയറ്റ്. കട്ടു ഇവര് മേലെ വെച്ചതിന് ഡീൽ ഉറപ്പിച്ചല്ല. ഇനി ഇവര് രണ്ടുപേരും ചേർന്ന് ഈ ലോകം മൊത്തം ഭരിക്കുന്ന തോന്നുന്നത്. വന്നല്ലോ വനമാല. അവന്റെ ഡീൽ ബ്രേക്ക് ചെയ്ത് എന്നെ മോളിന്ന് തള്ളിയിട്ടു. കള്ളന്മാര് തമ്മിൽ ചീറ്റിംഗ് പാടില്ല എന്ന് ഇവൻ അറിയില്ല തോന്നുന്നു. കട്ടുപട്ട് ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ രക്ഷപ്പെടുത്തേ. കണ്ടില്ലേ ബട്ടു, തെറ്റായ ആൾക്കാർ തമ്മിൽ ഡീല് ചെയ്യുമ്പോൾ അവര് പിന്നിൽ നിന്ന് കുത്താൻ വളരെ സമയമൊന്നും വേണ്ടതേ. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തത്. മനസ്സിലായില്ലേ? തിങ്ക് ചെയ്യാം, ഡീപ് തിങ്ക് ചെയ്യാം. നമ്മുടെ ഭൂമിയിൽ ഇഷ്ടം പോലെ കൺട്രീസ് ഉണ്ടെന്നേ. ഇത്രയും കൺട്രീസിന്റെ ഇടയിൽ അവര് ഏത് നാട്ടിൽ പോയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാണ് ബട്ടു? എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയില്ല. ബട്ടുടെ ഡിറ്റക്റ്റീവ് സെൻസ് കൊണ്ട് ആലോചിച്ചപ്പോളേ ഒരു കാര്യം എനിക്ക് നല്ലോണം മനസ്സിലായിരിക്കുന്നു കട്ടു. ഹിത്തൻ റാവൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ചിപ്പുണ്ടല്ലോ ചിപ്പ്, അത് നേരെ ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നു എന്നാണ്. ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നുവെന്ന്. ആ ചിപ്പ് അത്ര സാധാരണ ചിപ്പല്ല, ആർക്ക് വേണമെങ്കിലും കട്ടുകൊണ്ട് പോവാൻ. അത് കഴിക്കുന്ന ചിപ്സും അല്ല, അത് ചിപ്പാണ്, മോഷ്ടിക്കപ്പെട്ട ചിപ്പ്. അതുകൊണ്ട് അവൻ ആ ചിപ്പിനെ തീർച്ചയായിട്ടും അണ്ടർ വേൾഡിലായിരിക്കും വിൽക്കാൻ പോവുക. അണ്ടർ വേൾഡില് ആ ചിപ്പ് കൊണ്ട് അവർ എന്തായാലും ചീത്ത കാര്യങ്ങളെ ചെയ്യുള്ളൂ. നിനക്ക് മനസ്സിലായോ? അതെ, ബട്ട് പറഞ്ഞത് ശരിയാണ്. ഇനി ഒരു പക്ഷേ ഈ ലോകം തന്നെ വലുതായെന്നിരിക്കട്ടെ, പക്ഷെ ഇതിൽ നോക്കിയാൽ തെറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അവരുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പിന്നെ ആ ചിപ്പ് മോഷ്ടിച്ചവനെയും നമുക്ക് എളുപ്പം പിടിക്കാവുന്നതാണ്. ഓ പ്രൊഫസർ,
ബട്ടുന് ഒരു പോയിന്റ് പറയാനുണ്ട്, ഒരു പോയിന്റ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹേ ഗട്ടു, നീ നെറ്റിലെ ലോകത്തിലുള്ള എല്ലാ ഡോൺസിന്റെയും ലൊക്കേഷൻ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അവരൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നും കണ്ടുപിടിക്കുക. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. കൊള്ളാലോ ബട്ടു, നീ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ. ഇവരെല്ലാവരും ദുബായിലേക്കാണ് പോകാൻ പോകുന്നത്, അതും ഒരുമിച്ച് തന്നെ. പ്രൊഫസർ, താങ്കൾ കണ്ടോളൂ, ഈ ഗട്ടും ബട്ടും ചേർന്ന് ഹിതേഷ് റാവലിന്റെ കയ്യിൽ നിന്ന് ചിപ്പ് എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന്. ഞങ്ങൾ ദുബായ് പോവുകയാണ്, എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പോവുകയാണ്. എന്റെ ബട്ടു, നീ നിന്റെ വാചകോടി ഒന്ന് കുറച്ചു നേരത്തേക്ക് നിർത്താമോ? നിങ്ങളുടെ ഈ വെറും കൈ കൊണ്ട് ഒരു ഡോണിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, അതിനു വേണ്ടിയല്ലേ നിങ്ങളെ സഹായിക്കാൻ ഞാനുള്ളത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗാഡ്ജറ്റ് തരാം, അതാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ കിറ്റ് തയ്യാറാക്കിയിട്ട് ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, വന്ന് നോക്കൂ. സാബ്ജി, ഞാൻ കേട്ടത് ശരിയാണോ? നിങ്ങൾ രണ്ടാളും ദുബായിക്ക് പോവാത്രേ. ദുബായിക്ക് എന്നെയും കൊണ്ടുപോകാം സാബ്ജി. ദുബായി കാണണം എന്നത് എന്റെ സ്വപ്നമാണ്. എന്ത്, നിന്റെ സ്വപ്നോ? ശരി ടിങ് ടോങ്, ശരി. എന്നാ വാ, നിനക്കും ഇതുപോലെ ഒരു ചാൻസ് പിന്നെ എപ്പോ കിട്ടാനാണ്. വാ, വന്ന് നിന്റെ ലൈഫ് എൻജോയ് ചെയ്യ്. എൻജോയ്. ബ്രദേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ചിപ്പിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇത് ഈ ലോകത്തിലുള്ള ആകെ ഒരേ ഒരു ചിപ്പാ. ഇപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് സ്റ്റാർട്ട് ആവാൻ പോവാ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ആരാണോ ഈ ചിപ്പിന്റെ യഥാർത്ഥ വാല്യൂ നൽകുന്നത് അവർക്ക് ഈ ചിപ്പ് സ്വന്തമാക്കാം. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? സോറി, അത് ഇതെന്റെ പാർട്ട്ണറാണ് വിളിക്കുന്നേ. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആള് ഭയങ്കര ടെൻഷനിലായിരിക്കും. മിസ്റ്റർ ഹിതൻ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മനസ്സിലായോ? നമ്മൾ ഈ ചിപ്പ് ഉണ്ടാക്കിയതേ ആർമിക്കാർക്ക് വേണ്ടിട്ടാണ്. പക്ഷെ നിങ്ങൾ അത് മോഷ്ടിച്ചെടുത്തു. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ആ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ തന്നെ അവർ നശിപ്പിക്കും. മനസ്സിലായോ? മിസ്റ്റർ, എന്റെ പാർട്ട്ണർ KN, ഞാൻ ഈ ചിപ്പിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ല ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഞാൻ ചെയ്യുന്നത് അതാ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ ബിസിയാണ്, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ ബൈ. അങ്ങനെ ചെയ്യല്ല മിസ്റ്റർ ഹിതൻ. ഞാൻ ആർമിക്കാരോട് എന്ത് സമാധാനം പറയും? ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ലേലം തുടങ്ങാം അല്ലേ? 10,000 കോടി, 20,000 കോടി, 30,000 കോടി, 30,000 കോടി. ലോകത്തിലുള്ള മുഴുവൻ പണവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഈ ചിപ്പിന് നിങ്ങൾ കൊടുക്കുന്നത് വെറും 30,000 കോടിയോ? നിങ്ങൾ ഈ ചിപ്പിന്റെ വില കളയല്ലേ? എനിക്ക് ലജ്ജ തോന്നുന്നു. ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് 10,000 കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും. ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് 10,000 കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും. പറഞ്ഞത് കേട്ടല്ലോ? ഇന്നു മുതൽ ആ ചിപ്പ് ക്രോധി ജാലയുടേത്. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ആരായ എനിക്കെന്താ? നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവസാനമായിട്ട് എന്ത് വിലയാ പറഞ്ഞതെന്ന്. ആ വിലയിൽ നിന്നും 10% അധികമാണ് പറയേണ്ടത്. അപ്പോ ഇവിടെ പറഞ്ഞ വില എന്താന്ന് പറഞ്ഞു തരട്ടെ. നിക്ക് എല്ലാരും കേട്ടോളൂ, നല്ലോണം കേട്ടോളൂ. ആർക്കും ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്. ശരിയാണ്. മാത്രമല്ല ഈ ചിപ്പ് നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പറ്റില്ല. കാരണം ഇതിന്റെ അവകാശം ഇന്ത്യൻ ആർമിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു പെട്ടു? ഇവർക്ക് നമ്മൾ ആരെന്നറിയില്ലത്രേ. ഇവർക്ക് നമ്മൾ ആരെന്നറിയില്ലെന്ന്. ഓക്കെ, നോ പ്രോബ്ലം.
ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് ബട്ടു, ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ്. ഇതാണ് ഗട്ടു, എന്റെ സുഹൃത്ത്. ദ ഗ്രേറ്റ് കുംഫു മാസ്റ്റർ. പിന്നെ ഞങ്ങളുടെയാണ് ഗട്ടു ബട്ടു സെക്യൂരിറ്റി ഏജൻസി. ഇപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്താ, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തന്നെയാ വന്നത്. പക്ഷെ ഈ ചിപ്പും കൊണ്ടേ പോകൂ. കാരണം എന്താണെന്ന് അറിയാവോ? ഈ ചിപ്പിന്റെ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നതേ ഞങ്ങളാണ്. ഓ, നിങ്ങൾ രണ്ടുപേരും ഇവിടെയും എത്തിയോ? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നേ? ബിസിനസിന്റെ ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? ചിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ, പക്ഷെ അത് ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകാനാ? ഇവിടം വരെ വരാൻ അറിയാമെങ്കിൽ എടുത്തോണ്ട് പോകാനും ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഐ ലൈക്ക് യുവർ കോൺഫിഡൻസ്. തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അല്ലേ? ക്രോധിജാലിയുടെ ക്രോധത്തിന് മുമ്പിൽ ജ്വാലാമുഖി പോലും ഭസ്മമായി പോകും. നിങ്ങളൊക്കെ നിസ്സാരന്മാർ. മുട്ടി നോക്ക്, വാ വാ, മുട്ടി നോക്ക്. ടാങ്കോ, സുലു, ഹലോ പറയേ അവരോട്. ഈ ടാങ്കും സോലും നമ്മൾ ഒരു വഴിയാക്കാതെ വിടില്ലെന്ന് തോന്നുന്നത് കേട്ടു. എനിക്ക് പേടിയാവുന്നടാ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അലകി. ഞാൻ ഇവിടെ നിന്നും ചിപ്പും കൊണ്ടുപോവുകയാണ് ഹിതേൻ. ഈ ഗട്ടു ബട്ടു എന്ന ശല്യം ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്തോ. ഞാൻ പോകുക. ഒന്ന് നിന്ന്, നിങ്ങൾ ഈ ചെയ്യുന്നത് തെണ്ടിത്തരാണ് കേട്ടോ. ബിസിനസ് ഡീലൊക്കെ സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ. അറിയില്ലേ നിങ്ങൾക്കത്? ആ ചിപ്പിനുള്ള യഥാർത്ഥ വാല്യൂ തന്നിട്ട് പോവൂ. ജീവിതത്തിൽ സ്വന്തം ശ്വാസത്തെക്കാൾ ഉപരിയായി വലിയ വിലയുള്ളതൊന്നുമില്ല. നിനക്ക് ഞാൻ ഇതാ ശ്വാസങ്ങളെല്ലാം അനുവദിച്ചു തന്നിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കെ. നിനക്ക് ഇത് തന്നെ വളരെ അധികമാ. ടാങ്കോ, സുലു, come on. ഐഡിയ. ബൈൽവാൻ സാറേ, ഈ ബട്ടുവിന് താങ്കളോട് ഒരു താങ്ക് യു പറയാനുണ്ട്. താങ്ക് യു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലിഫ്റ്റ് വിട്ടേച്ച് പോകുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ താഴേക്ക് പോവുക? ബട്ടു, അതൊന്നും സാരമില്ല. ഇപ്പൊ താങ്ക് യു പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് നിന്റെ ഈ താങ്ക്സ് പറയാനുള്ള രീതി ഇഷ്ടപ്പെട്ടു. ഇനി നീ ഞങ്ങളുടെ സ്റ്റൈൽ നോക്കിക്കോ. പോകൂ, എന്നിട്ട് ആ സൈഡ് ലിഫ്റ്റ് പൊട്ടിച്ചു മാറ്റ. താങ്ക്യൂന് പകരമായിട്ട് ഫൈറ്റോ? ബട്ടൺ ഡീൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട സ്റ്റൈൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതൊക്കെ എന്തൊരു സ്റ്റൈലാണ്. എത്ര മോശപ്പെട്ട സ്റ്റൈൽ എന്നറിയോ? അതുകൊണ്ട് താൻ തന്നെ ഒരു ബോറിനായിട്ട് മാറിയിരിക്കാണ്. ഗ്രോതി സാറേ, ഇപ്പൊ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോ എങ്ങനെ താഴേക്ക് പോവെന്ന്. എന്ത്? നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാ, നിങ്ങൾ ആ ബോർഡ് വായിച്ചിട്ടില്ലെന്നേ. അതിൽ പാർസൽ എഴുതിയിരിക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, ഔട്ട് ഓഫ് ഓർഡർ. നല്ലോണം പെട്ടില്ലേ? ഇനി പോലീസ് വരുന്നവർക്ക് ഇവിടെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്താ മതി. എന്ത്? ഞാൻ തോറ്റു പിന്മാറുമെന്നോ? ക്രോധി ജ്വാലയുടെ ജീവിതത്തിൽ തോൽവി എന്നുള്ളൊരു പദമേയില്ല. മനസ്സിലായോ നിനക്ക്? ബട്ടു, നിന്റെ ഐഡിയ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ അവര് മുകളിലേക്ക് എന്തിനാ പോയെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വാ. നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? ഇവിടുന്ന് താഴേക്ക് ജമ്പ് ചെയ്യാൻ പോകണോ അതോ ഹെലികോപ്റ്ററിന് ഓർഡർ ചെയ്തിട്ടുണ്ടോ? അതെ, ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അതിങ്ങനെ വെറുതെ കളയരുത് കേട്ടോ. നിങ്ങൾ ഇപ്പോഴെങ്കിലും സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെ നിന്ന് താഴേക്ക് ചാടിയാൽ നേരെ മുകളിലേക്കേ പോകാൻ പറ്റൂ. ക്രോധി ജ്വാലയുടെ പാഠശാലയിൽ ഇമ്പോസിബിൾ എന്നുള്ള വാക്കേയില്ല. ഇവൻ എങ്ങനെയാ ഇവിടുന്ന് ജമ്പ് ചെയ്തത്? അയ്യോ, പോലെ നിക്ക്. അവൻ എന്റെ ചിപ്പ് കൊണ്ടാ പോയത്. അവനെ പിടിക്കാരെങ്കിലും. ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഫ്ലൈ ചെയ്യുന്ന പല സാധനങ്ങളെയും കണ്ടിട്ടുണ്ട്.
ഫ്ലൈയിങ് ഫ്രോഗ്, ഫ്ലൈയിങ് ഫിഷ് വരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. പക്ഷെ ഫ്ലൈയിങ് വൂൾഫ് ആദ്യമായിട്ടാണ് കേട്ടോ. ബട്ടു, ഇപ്പൊ നമുക്കും കൂടി അതിന്റെ പുറകെ പോകേണ്ടി വരും. എന്തു പറയുന്നു? ഇവര് രണ്ടുപേരും കൂടി എന്റെ എല്ലാ പ്ലാനുകളും നശിപ്പിച്ചു. ഇവര് രണ്ടുപേര് കാരണം എന്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ബിസിനസ് ഡീല് 0 ആയി പോയത്. ഈ ഗട്ടുവിനെയും ബട്ടുവിനെയും കഥ കഴിക്കടാ, വേഗം ആവട്ടടാ, വിടരുത്. ഇനി വേറെ ആർക്കെങ്കിലും ഫൈറ്റ് ചെയ്യാനുണ്ടാ? നിങ്ങൾ 3 പേരും എന്ത് ചെയ്യാ? ഫിലിം ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഈ ഫൈറ്റ് തീരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണോ? ആ ഗട്ടുവിനെയും ബട്ടുവിനെയും നന്നായി ശ്രദ്ധിക്കുക. വേഗം ചെല്ലടാ. ഇതാ ഗട്ടു സാറേ, ഈ ചായയും കേക്കും കഴിച്ചോളൂ. നിങ്ങൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്ത് മണ്ടത്തരാണ് ഈ കാണിക്കുന്നേ? എടാ മരക്കഴുതകളെ, നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിയില്ലേ? ബോസ് അല്ലേ പറഞ്ഞത് ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ ഞങ്ങൾ അതല്ലേ ചെയ്യുന്നത്. എന്തിനാ ഞങ്ങളെ വെറുതെ വഴക്ക് പറയുന്നേ? ഇനി ഞാൻ ബോസിനോട് മിണ്ടൂല. ഞാൻ പിണക്കാം. എനിക്ക് തോന്നുന്നത് ഇവര് ദായമായാണെന്നാണ്. ദായമായ വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എവിടെ? കണ്ടില്ലേ, അദ്ദേഹം അതുവഴി ഓടുന്നുണ്ട് ബോസ്. അവിടെ നിൽക്കൂ. ഷേർ സിംഗ്, താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്താടാ എല്ലാവരും കണ്ണു മിഴിച്ചോണ്ട് നോക്കി നിൽക്കുന്നേ? ഇതിനെ രണ്ടിനെയും തൂക്കി വലിച്ചെറിയടാ. അല്ല ഹിതേൻ സാറേ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞങ്ങൾ തന്നെ താഴേക്കെടുത്ത് ചാടിക്കോളാം. എന്താ കണ്ടോ? ഇവന്മാരിത് എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നേ? ബട്ടു, ഇവരിപ്പോ തൽക്കാലം ഇവിടെ തന്നെ നിക്കട്ടെ. നമുക്ക് ഗ്ലൈഡ് ചെയ്ത് അതിന്റെ പുറകെ പോണം. കമോൺ. ഗട്ടു, ഇത്രയും ഹൈറ്റിൽ നിന്ന് നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റുവാടാ? ബട്ടുന് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട്. ഡൗട്ട്ഫുൾ. ഓഹോ, എന്റെ ബട്ടു, നീ പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ ഫ്രണ്ട് നിന്റെ കൂടെ ഇല്ലേ? അത് ശരിയാണല്ലോ. ബട്ടുയുടെ സുഹൃത്തായ ഗട്ടു കൂടെ ഉള്ളപ്പോ ഈ ബട്ടു എന്തിനാണ് പേടിക്കുന്നത്? എനിക്കൊരു പേടിയുമില്ല. ബട്ടു പറന്നു. ബട്ടു, ആ ജാക്കറ്റ് ധരിക്കാതെ തന്നെ നീ എടുത്ത് ചാടി. ഈ ഗട്ടു ബട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒറ്റ ദിവസം കൊണ്ട് തകർന്നു പോയി. ഇത് കാണാനാണ് ഞാൻ കാത്തിരുന്നത്. ഗട്ടു, നിന്റെ ഉച്ച സുഹൃത്ത് പോയി കഴിഞ്ഞു. സാബ്ജി, എങ്ങോട്ടായി പറന്നു പോകുന്നേ? ഇവിടെ വണ്ടിയില്ലേ? സാബ്ജി, ഞാനും വരാം. അവന്മാര് രണ്ടും കാരണം ഇപ്പോൾ എന്റെ അവസ്ഥ കണ്ടില്ലേ? അവന്മാരെ രണ്ടിനെയും ആരാണോ പിടിച്ചുകൊണ്ടുവരുന്നേ, അവർക്ക് ഞാൻ 1000 കോടി രൂപ നൽകുന്നതായിരിക്കും. ബോസ്, 1000 കോടി ഒരുപാട് അധികമാണ് ബോസ്. അതുകൊണ്ടൊന്ന് വേഗം വാ, നമുക്ക് അവരെ പോയി പിടിക്കാം. വേഗം പോയി അവരെ പിടിക്കൂ. ബോസ്, കൈ ഉയർത്തി നിൽക്കൂ. ബട്ടോ, ഇന്നാ ഇത് പിടിക്ക്, ഇത് ധരിക്ക. ഞാൻ അവനെ പിടിച്ചു. വേഗം വലിക്ക്, മുകളിലേക്ക് വലിക്ക്, മുകളിലേക്ക് വലിക്ക്. 1000 കോടി ഇനി എനിക്ക് സ്വന്തമാണ്. എനിക്ക് ഒരു ജാക്കറ്റ് തരുമോ? സാറ്, ഞങ്ങൾ ആ ചിപ്പ് എടുത്തോണ്ട് അയാളുടെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോ തീർച്ചയായിട്ടും ചിപ്പോടെ ആയിരിക്കും തിരിച്ചു വരിക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. പ്ലീസ്, അവനെ വിടരുത്. ഇന്നത്തോടെ അവന്റെ കഥ തീർക്കണം, മനസ്സിലായോ? എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ചിപ്പ് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. അതാ പോകുന്നു സാബ്ജി. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ചമ്മക് സിംഗ് ഗട്ടുവിനെയും ബട്ടുവിനെയും പിടിച്ചേ പറ്റൂ. അവരെ നമ്മൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ പിടിക്കാവുന്നതാണ്.
ബട്ടു സാൻഡ് സ്റ്റോം വരുന്നു. സൂക്ഷിച്ച് ബട്ടു. എന്റെ അമ്മേ. കട്ടു ബട്ടുവിടെ സുഹൃത്തേ. ബട്ടൂരിക്കുന്ന ക്യാമലിന്റെ തലയില്ലേ? ബട്ടൂടെ ക്യാമലിന്റെ തല എവിടെ പോയി? തലയില്ലാത്ത ക്യാമൽ, തലയില്ലാത്ത ക്യാമൽ. ഓ എന്റെ ബട്ടു തിരിഞ്ഞു നോക്ക്, പുറകിൽ നോക്ക്. കട്ടു നീ ഭയങ്കര പാവാണ്, നീ ഭയങ്കര പാവാണ്. ക്യാമലിന്റെ കഴുത്ത് തന്നെ മുമ്പിൽ ഇല്ലെങ്കിൽ പുറകിൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിക്ക കട്ടു. ഓ എന്റെ ബട്ടു, ഞാൻ പറഞ്ഞു വന്നത് നീ തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ക്യാമലിന്റെ പുറകെ നോക്കിയാണ് ഇരിക്കുന്നതെന്ന്. അതിന്റെ തല മുമ്പിലല്ലേ ഉള്ളത്, പുറകിലല്ലോ. അല്ല നീ എന്തുട്ടായി പറയുന്നേ? ഞാൻ ഓക്കെ സോറി, ബട്ട് ഉൾട്ടായിട്ടിരുന്നു. നല്ല തമാശ ഉണ്ടല്ലോ. ഇപ്പോഴും സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചോലെന്ന് അറിയോ? കണ്ടില്ല സാറേ. ഓ ചുഴലിക്കാറ്റ്. ഓ വലിയ ചുഴലിക്കാറ്റാണല്ലോ. ചമ്പക് സിംഗ് വണ്ടി തിരിക്കൂ. ഈ ചുഴലിക്കാറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഓടിക്കോ. വേണ്ട. വേണ്ട, എന്നെ ഇവിടെ വിട്ടേച്ച് പോവരുത്. മന്മാനി, നീ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നീ പോലീസ് ഡ്യൂട്ടി എപ്പോഴാ ചെയ്യുക? ചമ്പക് സിംഗ് ചായ തരൂ. ചായല്ലോ ഞാൻ ഇപ്പൊ എടുത്തോണ്ടേ സാറേ. അയാൾ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ ഡെസേർട്ടിൽ നമ്മൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു പറ്റൂ. എന്തെങ്കിലും ചെയ്യണം. കണ്ടുപിടിച്ചു. ക്രോധി ജ്വാല ഇരിക്കുന്ന സ്ഥലം ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. നോക്ക്, നിന്റെ തൊണ്ട ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബട്ടുവിടെ തൊണ്ട ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ ക്രോധി ജ്വാലയ്ക്കും എങ്ങനെ ഉണ്ടായിരിക്കും? അവന്റെ തൊണ്ടയിൽ നല്ലോണം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവൻ തീർച്ചയായിട്ടും വെള്ളം കുടിക്കാൻ ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് പോയി കാണും. നമ്മൾ അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും പോവാം. അവിടെ വെള്ളമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രോധി ജ്വാല അവിടെ തന്നെ ഉണ്ടായിരിക്കണം. വാ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു ഓയിൽ മില്ലുണ്ട്. തീർച്ചയായിട്ടും അവൻ അവിടെ ഉണ്ടായിരിക്കണം. വാവ് ബട്ടു, സമ്മതിച്ചു തന്നു. നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെയാണെന്ന്. ബട്ടു, ഈ മാപ്പിൽ കാണിക്കുന്നത് നോർത്തിലേക്ക് പോണെന്നല്ലേ? അതെ കട്ടു, അതെ. നീ നോക്ക്, ഈ സൂര്യനുണ്ടല്ലോ, സൂര്യൻ, അതാണ് നമുക്ക് വഴി പറഞ്ഞുതരാൻ പോകുന്നത്. വാ. പക്ഷെ സൂര്യൻ എങ്ങനെയാ നമുക്ക് പറഞ്ഞു തരുന്നത് ബട്ടു? നീ എന്താ ഈ കാണിക്കുന്ന ബട്ടു? കട്ടു, അങ്ങനെയല്ല. നീ ഇവിടേക്ക് നന്നായിട്ട് നോക്ക്. ഈ കമ്പിന്റെ ഷാഡോ എവിടെയാണ് കാണിക്കുന്നത് നോക്ക്. ഇപ്പൊ സമയം എന്താണെന്ന് വെച്ചാൽ 12:20. അങ്ങനെയാണെങ്കിൽ സണ്ണ് വെസ്റ്റ് സൈഡിലായിരിക്കണം ഉണ്ടാവുക. പിന്നെ ഈ സ്റ്റിക്കിന്റെ ഷാഡോ ഈസ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പിന്നെ വെസ്റ്റ് ഉണ്ടല്ലോ, വെസ്റ്റ് അത് നമ്മുടെ മുമ്പിലാണുള്ളത്. പിന്നെ ഈസ്റ്റ് അത് നമ്മുടെ പുറകിലും. അപ്പൊ നോർത്ത് ഏത് സൈഡിലുള്ളത് പറ? ഏത് സൈഡിലെ പറ? ബട്ടുയുടെ സുഹൃത്തായ കട്ടു, പെട്ടെന്ന് പറ. നമ്മുടെ റൈറ്റില്. വാവ് ബട്ടു, നീ ശരിക്കും ജീനിയസ് ആണ്. ശരി, ഇത് പിടിക്ക്. നമുക്കിപ്പോൾ നോർത്തിലേക്ക് പോകാനുള്ള സമയമായി ബട്ടു. കമോൺ. അവസാനം കട്ടുവും പട്ടുവും തകർന്നുപോയി. ഈ ചിപ്പും എന്നേക്കുമായി നമ്മുടേതായി. ഇനി ലോകത്തിലുള്ള എല്ലാ ബാങ്കുകളും നമ്മൾ കൊള്ളയടിക്കും. ആരാ ചെയ്തതെന്ന് ആർക്കും അറിയുകയുമില്ല. ആർക്കും നമ്മളെ കണ്ടുപിടിക്കാനും കഴിയില്ല. ഞങ്ങൾ എത്തിപ്പോയി ക്രോധി ജ്വാല ചേട്ടാ. ഹായ് ക്രോധി ജ്വാല. ഗട്ടു ബട്ടുയുടെ ഡിക്ഷണറിയിൽ തോൽവി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. മനസ്സിലാക്കിക്കോളൂ. എപ്പോഴും നല്ലതിനും ചീത്തയ്ക്കും ഇടയിൽ ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നല്ലത് മാത്രമായിരിക്കും ജയിക്കുക. അത് താൻ മനസ്സിലാക്കിക്കോളൂ.
ക്രോധിജ്വാലയുടെ ക്രോധാഗ്നിയിൽ ജ്വാലാമുഖിയും ഭസ്മമാകും. അങ്ങനെ ഇരിക്കുമ്പോ നീയൊക്കെ എന്താണ്? പിടിക്കേണ്ടിനെയും പുറത്തു പോകാൻ അനുവദിക്കരുത്. ഓ, ഗട്ടുബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. അവര് പോയിന്നാ തോന്നുന്ന. ബട്ടു എങ്ങനെയാണ് മേലേക്ക് വന്നത്? Ondo! Tango, Zulu, go, get it back! Very good. Come, let us go. ബട്ടു, എന്റെ അടുത്തേക്ക് വരല്ലേ. ഇത് ക്വിക്ക് സാൻഡ് ആണ്. നീയും കൂടി ഇതിനകത്ത് വീണു പോകും. എന്റെ സുഹൃത്തേ, ഗട്ടു ബട്ടുവിന്റെ സൗഹൃദം ഇവിടെ അവസാനിക്കാൻ പോവുകയാ. നോക്കാം നമുക്ക് ബട്ടുവിന് അവന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന്. ഒരുപക്ഷെ രണ്ടിന്റെയും കഥ ഇതോടെ കഴിഞ്ഞേക്കാം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ബട്ടു നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിരിക്കും. ബട്ടു, ഞാൻ പറയുന്നത് കേക്ക്. നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും ആ ചിപ്പ് കയ്യിൽ കിട്ടിയേ പറ്റൂ. നീ പോയി അയാളെ പിടിക്കാൻ നോക്ക്, പോകാൻ നോക്ക്. ബോസ്, 2 ജീപ്പ് വരുന്നുണ്ടല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഇതിന്റെ അവസാനം വരെ കാണാൻ നിൽക്കാൻ പറ്റാത്തതിലാ ഖേദം. പ്ലീസ് ഡോണ്ട് മൈൻഡ്. പോകാൻ സമയമായിരിക്കുന്നു. ഇനി ഒരിക്കലും കാണില്ല. ബട്ടു, പോകാനല്ലേ പറഞ്ഞത്? അവരുടെ പുറകെ പോക. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഗട്ടുവിനെ വിട്ടിട്ട് ബട്ടു ഒരിക്കലും ഇവിടുന്ന് പോകില്ല. ബട്ടു ഒന്ന് ആലോചിക്കട്ടെ. എന്താ ചെയ്യാ, 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 എന്താ ചെയ്യാ. ഗട്ടു, നിന്റെ സുഹൃത്ത് ബട്ടുവിനെ വിശ്വസിക്ക്, എന്നെ വിശ്വസിക്ക്. ഞാൻ എന്തായാലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഓ ബട്ടു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നെക്കാളും ഇമ്പോർട്ടന്റ് ഇപ്പൊ ആ ചിപ്പാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് നിനക്ക് പോകണം. നീ പോ. ഒരേ ഒരു ഐഡിയ ഉണ്ട്, ഒരേ ഒരു ഐഡിയ ഉണ്ട്. ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ്. ബട്ടു,
നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. ചിലപ്പോ ഞാൻ പോകേണ്ട സമയമായെന്നാ തോന്നുന്നത്. നീ പോയി ആ ചിപ്പ് കൊണ്ടുവാ. എന്റെ അമ്മ. ബട്ടു. ഓ എന്റെ ബട്ടു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആടാ. നീ എന്റെ ബ്രദറിനെ പോലെ ആടാ. നീ എന്തിനാണ് എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തന്നെ പണയം വെച്ചത്? നീ അതിനകത്ത് വീണ് കഴിഞ്ഞാ നീയും കൂടി മുങ്ങി പോയില്ലേ? എടാ, ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടു മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടുവും ഇല്ല. സാബ്ജി വാ, വേഗം കേറ്, വേഗം കേറാൻ. മൻമാനി സാബ്ജി ബാഗിൽ വരുന്നുണ്ട്, വേഗം കേറ്. അനങ്ങിപ്പോകരുത്. ഗട്ടുപെട്ടു നിയമത്തിന്റെ കാലിന് നീളം കൂടുതലാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്മക് സിംഗ്, എന്നെ രക്ഷിക്കൂ, ഞാനിത് ഇവിടെ കുടുങ്ങിപ്പോയി. ചമക് സിംഗ്, മിസ്റ്റർ മൻമാനി ഇതുപോലെയാണോ എല്ലാ ക്രൈമും കൈകാര്യം ചെയ്യുന്നത്? അയ്യേ സാറേ, നമ്മുടെ മൻമാനി സാറ് ക്രൈം ഒന്നും കൺട്രോൾ ചെയ്യാറില്ല. സത്യത്തിൽ ക്രൈം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സ്വയം കൺട്രോൾ ആയി പോകുന്നതാണ് സാറേ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേ, എന്നെ ഒന്ന് രക്ഷിക്കേ. എനിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ ഇനി ലോകം ഒരുപാട് കാണാനുള്ളതാ. എന്നെ രക്ഷിക്കൂ ഖന്ന സാർ, എന്നെ രക്ഷിക്കൂ. ഞാൻ അവരെ ഓടിപ്പോയി പിടിക്കട്ടെ. അനങ്ങിപ്പോകരുത്. ഞാൻ ആ ഗട്ടുവിനെയും ബട്ടുവിനെയും വെറുതെ വിടില്ല. അവർക്ക് വേണ്ടി ഞാൻ ജയിലിനകത്ത് ഒരു കുഴിയുണ്ടാക്കി ജീവിതകാലം മുഴുവൻ അവരെ ഞാൻ അതിലിട്ട് അടയ്ക്കുന്നതായിരിക്കും. അനങ്ങി പോരുത്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വേൾഡിലുള്ള പല ബാങ്കുകളിൽ നിന്നും ഒരേ സമയത്ത് ഹൈടെക് രീതിയിൽ മോഷണം നടന്നിരിക്കുന്നു. ബാങ്കുകളിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ആവുകയാണ്. ഇതിന് കാരണക്കാരാരാണ്, ഈ പണം എവിടേക്കാ പോകുന്നെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ഈ മാപ്പിൽ റെഡ് ഡോട്ട്സ് ഉള്ള സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതൊക്കെ വലിയ ബാങ്കുകളാണ്. ഇവിടെയൊക്കെ മോഷണം നടന്ന് ബട്ടു ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആയോ അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത്. അതായത് ഒരേ ഡയറക്ഷനിലേക്ക്. ആ സൈഡില് വെറും ഐസ്ലാൻഡ് മാത്രമേ ഉള്ളൂ. ഐസ്ലാൻഡ്. ബട്ടുയുടെ ഡിറ്റക്റ്റീവ് സെൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ, ആ ഗ്രോതി ജ്വാല ഐസ്ലാൻഡിൽ ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് ഒരേ സമയത്ത് എല്ലാ ബാങ്കും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ ബാങ്കുകളും. ഗട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് ഐസ്ലാൻഡിലേക്ക് പോണം. അല്ല, നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളോട് തന്നെ. ഞങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടായിരുന്നോ? ഞങ്ങള് കണ്ടല്ലോ. കണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അവര് ഏത് വഴിയിലൂടെയാണ് പോയത്? ഏത് വഴിയിലൂടെയാണ്? അവര് ഏത് വഴിക്കും പോയിട്ടില്ലല്ലോ. പിന്നെ അവരെവിടെയാണുള്ളത്? പറയൂ പറയൂ. ഞങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മുമ്പിലോ? ഞങ്ങളുടെ മുമ്പിൽ എവിടെ? അവിടെയാണോ ഉള്ളത്? ഓഹോ, താങ്ക് യു വെരി മച്ച്. ഇനി അവർക്ക് രക്ഷപ്പെടാനാവില്ല. ബട്ടു, ഞാൻ മുകളിൽ നിന്നും നീ താഴെ നിന്നും അറ്റാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? സർപ്രൈസ് ഈസ് അവർ ബെസ്റ്റ് വെപ്പൺ. നിൽക്കൂ, അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ്. ബട്ടുവിന് ഒരു പ്രശ്നം വന്നാലും റിസ്ക് വന്നാലും ഒരു പേടിയുമില്ല. റിസ്ക് എടുക്കുന്നതല്ല, ഞങ്ങൾക്ക് റിസ്ക് കഴിക്കുന്ന പോലെയാണ്. അവരൊന്നും ചെയ്യല്ലേ. അല്ല, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അവരെ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നാണ്. അതായത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞതേ. നിങ്ങളല്ലേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാര്. ഞാൻ നിങ്ങളല്ലേ കണ്ടത്.
ഓ എന്റെ ഈശ്വര, ഞങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതിനുത്തരം പറയൂ. ഓ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇല്ലില്ല, ഈ സ്ഥലത്ത് നിങ്ങളല്ലാതെ വേറെ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. അതേന്നേ. പക്ഷേ ആ മൗണ്ടന്റെ പുറകെ എപ്പോഴെങ്കിലും ഫ്ലൈറ്റോ ഹെലികോപ്റ്ററോ വരുന്നതും പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മൗണ്ടനെ എല്ലാരും മിസ്റ്റീരിയസ് മൗണ്ടൻ എന്ന് പറയാറുള്ളത്. അവിടെ ആരാ ഇരിക്കുന്നതെന്ന് ഇതുവരെ ആർക്കും അറിയൂല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മൗണ്ടിന്റെ പുറകിലേക്ക് പോകണം. മൗണ്ടിന്റെ പുറകിലേക്ക് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പോവാൻ. പോകുന്ന വഴിയൊന്നും തീരെ ശരിയല്ല. ശരി ശരി ശരി, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. റിസ്ക് എടുക്കുന്നതല്ല ഞങ്ങൾക്ക് റിസ്ക്. വേണ്ട, ഞാൻ വീണ്ടും പറയില്ല. ഓക്കെ, ബൈ ബൈ. എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്താൽ മതിയേ. എന്റെ സുഹൃത്തെ കട്ടു, നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? ബട്ടു ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് ഒരു മീൻ പിടിച്ചിട്ട് വരാം. ഓക്കെ അല്ലേ? ഓക്കെ ബട്ടു, നീ പോയിട്ട് വരുന്നതിനുള്ളിൽ ഞാൻ തീ കത്തിക്കാം. ഇപ്പൊ ശരിയായല്ലോ. കട്ടു സുഹൃത്തെ, നമ്മുടെ ടിങ് ടോങ് എവിടെ പോയി? എനിക്കറിയില്ല ബട്ടു, അവൻ എങ്ങോട്ടാ പോയെന്ന്. ഓക്കെ, എന്റെ കൂടെ വാ, നമുക്ക് പോയി മീൻ പിടിക്കാം. അവൻ എന്തായാലും വന്നേക്കും. ഒരു പ്രാവശ്യം ആ ഗട്ടുവിനെയും ബട്ടുവിനെയും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടില്ല അവരെ ഒരിക്കലും. മന്മാനി, നീ ഒരു ഇൻസ്പെക്ടറാണ്. നിന്റെ കയ്യിൽ എല്ലാ അതോറിറ്റിയും ഉണ്ട്. നിനക്ക് അവരെ കൊണ്ട് ഇത്രയും ശല്യമാണെങ്കിൽ അവരെ എന്തുകൊണ്ട് നീ തീർത്തു കെട്ടുന്നില്ല? തീർക്കണമോ? ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർത്താൽ പിന്നെ അതിലെന്താണ് ഒരു സുഖം? അവർക്ക് ഞാൻ ജീവപര്യന്തമാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അവർ ജയിലിൽ കിടക്കുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. വലിയൊരു മീന് കുടുങ്ങിയെന്നാ തോന്നുന്നത് കേട്ടോ. അണങ്ങി പോവരുത്. മന്മാനി സാറേ, സാറെന്താ ചെയ്യുന്നേ? എങ്ങോട്ടാ പോയ സാറേ? ഫിഷിനെ പിടിച്ച് പുറത്തോട്ടല്ലേ കൊണ്ടുവരണ്ടേ? സാറെന്തിനാ അകത്തോട്ട് പോയ സാറേ? എന്റെ സാർ അകത്ത് വീണു സാറേ, രക്ഷിക്കേ. അല്ല, ഇത് ബട്ടു അല്ലേ? കൂടെ ഗട്ടുവും ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഒരേ സമയം എങ്ങനെയാണ് ഇതിലൂടെ വന്നത്? ഇത് കൊള്ളാലോ. നിങ്ങൾ തന്നെ പിടിച്ചു വലിച്ചിട്ട് ഞങ്ങൾ എവിടുന്ന് വന്നത് എങ്ങനെ പറയാനാ? അല്ല, താനാരടോ? ഞാൻ CID ഖന്നയാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ഇവരെ രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല സാറേ. ഇവരെവിടെ നിന്ന് എങ്ങനെയാ വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നവും ഇവരാണ്, ഈ ഗട്ടുവും ബട്ടുവും. അതെ, അനങ്ങിപ്പോവരുത്. ഇതാണ് ശരിയായ സമയം. ഇവന്മാരെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാം. ആർക്കും തന്നെ ഒന്നും അറിയാൻ പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട, ഇവരെ അങ്ങനെ കൊല്ലാനുള്ളതല്ല. ഇവരെ രണ്ടുപേരെയും ജീവപര്യന്തം ജയിലിലാണ് അടയ്ക്കേണ്ടത്. എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കണം നമ്മൾ. ഇൻസ്പെക്ടർ മന്മാനി, നീ ഇപ്പോൾ തന്നെ പറഞ്ഞുവല്ലോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടം ഇതാണെന്ന്. ഇന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിന്റെ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആക്കി തരാം. മിണ്ടാതിരിക്കേ. മന്മാനി സാർ, 1 മിനിറ്റിൽ ഞങ്ങളുടെ കഥ കഴിയും. മന്മാനി സാർ, സാറ് നല്ലോണം ആലോചിക്ക്. അതുകൊണ്ട് സാറിന് എത്ര വലിയൊരു ചീത്ത പേരാണ് ഉണ്ടാവുക എന്ന്. പക്ഷേ
നമുക്ക് ആ ചിപ്പ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും സാറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. സാറിന്റെ ഫോട്ടോ പോസ്റ്ററിലുണ്ടാവും, ന്യൂസ് പേപ്പറിലുണ്ടാവും, ടിവിയിലുണ്ടാവും, മാഗസിൻസിലുണ്ടാവും, പിന്നെ സാർ ആൻസമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും. അത് മാത്രല്ല മന്മാൻ സാർ, സാറിന് പ്രൊമോഷൻ കിട്ടും. അതായത് ഇൻസ്പെക്ടറിന് കോൺസ്റ്റബിളിലേക്ക്, അല്ല കമ്മീഷണർ ആവാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തന്നെ. നല്ലോണം ആലോചിക്കും മന്മാനി സാർ. നമ്മളെല്ലാവരും ചേർന്ന് ആ ചിപ്പ് കണ്ടുപിടിക്കണം. ശരിയാണ് മന്മാനി സാർ, ചിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പക്ഷെ ക്രെഡിറ്റ് ഒക്കെ സാർ എടുത്തോളൂ, ഓക്കെ അല്ലേ? ഇതൊക്കെ സത്യമാണോ? ഞങ്ങൾ പറയുന്നത് 100% സത്യമാണ് സാറേ. ഈ ഗട്ടു പട്ടു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തരാണ്, അതായത് പക്ക പ്രോമിസ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഗട്ടുവിന്റെ പ്രോമിസ് ആണ്, പക്ക പ്രോമിസ്. എങ്കിൽ വളരെ സന്തോഷം. അപ്പൊ ഡീൽ ഓക്കെ ആണല്ലോ? അപ്പൊ പക്ക ഡീൽ. ചമ്മക് സിംഗ്, ഈ സന്തോഷത്തിന് ഇവർക്ക് ഉടനെ ചായ കൊടുക്കൂ. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ആ ചിപ്പ് അന്വേഷിക്കാം. അനങ്ങി പോകരുത്. ഇല്ല ഇല്ല ഇല്ല, ആരും ഇവിടുന്ന് ചിപ്പ് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ എല്ലാവരും ഈ കുഴിയിലേക്ക് കയറിയിരുന്നു. നിങ്ങളെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല, മനസ്സിലായോ? അല്ല അല്ല, നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ CID ആണെന്നല്ലേ പറഞ്ഞത്? CID? ഞാനൊരു CID ഒന്നും അല്ല, ഞാൻ ക്രോധിജ്വാലയുടെ ആളാണ്. ഇയാള് നമ്മളുടെ ശത്രുവാണല്ലോ. എനിക്ക് ആദ്യമേ തന്നെ നിങ്ങൾ രണ്ടുപേരിലും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും നിരീക്ഷിക്കുന്നതിനായി മന്മാനിയുടെ കൂടെ തന്നെ ഇരിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. ഇൻസ്പെക്ടർ മന്മാനിക്കും എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. പറ്റിച്ചെന്നോ? എന്നെ പറ്റിച്ചെന്നോ? ഈ മന്മാനിയെ പറ്റിച്ചോ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആണെങ്കിൽ പോവരുത്. ലൂസ് ഇൻസ്പെക്ടർ, ശരീരം വലുതും ബുദ്ധി ചെറുതും. നിങ്ങൾ ആരും തന്നെ ഒന്നിനും കൊള്ളാത്തവരാണ്. വായ അടച്ചു പിടിച്ച് എന്നെ പിന്തുടർന്നോളൂ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വെടിയുണ്ട ഉതിർക്കും ഞാൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ തണുതണുത്ത വെള്ളത്തിൽ ജലസമാധിയാകാൻ പോവുകയാ. ബട്ടുടെ ലൈഫ് ലോങ് ടിങ് ടോങ്, ഇന്ന് നീ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നീ എങ്ങനെ അകത്തേക്ക് വന്നു? എന്റെ സബ്ജി, എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ എപ്പോഴും അകത്തേക്ക് പോയെന്ന്. എന്തായാലും നന്നായി അങ്ങനെ സംഭവിച്ചത്. നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നേ. കം ഓൺ ഗൈസ്, നമുക്കും കൂടി നോക്കാം സാറേ. ഇപ്പൊ നമ്മുടെ ഡെസ്റ്റിനി ഈ മിസ്റ്റീരിയസ് മൗണ്ടൻ. ഈ മാപ്പിൽ കാണുന്നത് പോലെ നോക്കുകയാണെങ്കിൽ ആ മൗണ്ടൻ ഇത് അവിടെ ആയിരിക്കണം. അവിടെ വേഗം പോകാം സാറേ. ഞാനും വരുന്നു സാറേ. കുറച്ചു ദൂരം കൂടി ഉള്ളൂ. നമ്മൾ എങ്ങനെ എത്തിപ്പെട്ട സാറേ? മലക്ക് കളഞ്ഞു എന്റെ സാറേ. വാവ്, എന്ത് രസമാണ് ഇവിടുന്ന് കാണാൻ. അൺബിലീവബിൾ. പക്ഷെ ക്രോധി ജ്വാല ഇവിടെ എവിടെ കാണുന്നേ? ഗട്ടു, ബട്ടുടെ ഈ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ഈ മിസ്റ്റീരിയസ് മൗണ്ടനിലാണ് നമ്മുടെ കേസിന്റെ മിസ്റ്ററി സോൾവ് ആകാൻ പോകുന്നത്. ഈ ക്രോധി അവൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ തന്നെ.
പക്ഷെ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ബട്ടൂൺ ഈ ക്ലൗഡിന്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും. പക്ഷെ ബട്ടൂൺ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓ ബട്ടു, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, നമ്മുടെ പ്രൊഫസറിന്റെ ഇൻവെൻഷൻ നീ മറന്നു പോയോ അളിയാ? പുള്ളിക്കാരൻ നമുക്ക് തന്ന ആ സ്പെഷ്യൽ സംഭവം ഇല്ലേ, അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ദാ കണ്ടില്ലേ, ഇത് പിടിക്ക്, ഇതങ്ങ് ധരിച്ചു നോക്ക്. യെസ്, ഇപ്പൊ സെറ്റ് ആയെന്നേ. മൻമാണി സാർ, ടിങ് ടോങ്, ചമത് സിംഗ്, നിങ്ങൾ 3 പേര് ഇവിടെ തന്നെ നിൽക്കണം. കാരണം ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഈ ഗാഡ്ജറ്റ് ഉള്ളൂ. ഞങ്ങൾ താഴെ പോവാം, നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ഓക്കെ അല്ലേ? മനസ്സിലായോ? 100% സമ്മതം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. അത് വിലക്കി. ഓക്കെ, എന്തൊരു ഭംഗിയല്ലേ? ശരി, റെഡി ആയില്ലേ ബട്ടു? യെസ്, റെഡി ആണല്ലോ ബട്ടു? റെഡി. യെസ്. എത്തിപ്പോയി. ഇനി നമുക്ക് അകത്ത് പോയി നോക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന്. സാരമില്ല ബട്ടു, ഞാൻ നോക്കിക്കോളാം. എഴുന്നേക്ക് ബട്ടു. Follow me, Batu. ബട്ടു, അവിടെ ഒരാളെ കണ്ടില്ലേ? ഗട്ടു ബട്ടു, ഓ താങ്ക് യു ഫോർ കമ്മിങ്. ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് എത്തിപ്പെട്ടല്ലോ. സാറേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അത് ചോദിക്കരുത് ഗട്ടുപെട്ടു. ഇവന്മാരെന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ചിപ്പിന്റെ പ്രോഗ്രാം അവർ എന്നോട് തന്നെ ചെയ്യാൻ പറയാണ്. നന്നായി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഓക്കെ സാർ, സാർ ഇതുവഴി പോയാൽ മതി. അങ്ങോട്ട് പോയാൽ മെയിൻ ഗേറ്റ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ചിപ്പ് എടുത്തോണ്ട് അങ്ങോട്ട് വരാം. ഓക്കെ ഗട്ടുപെട്ടു. ഗട്ടു, ഇവിടെ കള്ളന്മാരുടെ ഫുള്ള് ഗ്യാങ് തന്നെ ഉണ്ടല്ലോടാ. എന്ന് വെച്ചാൽ ഹിതേനും ഷേർ സിംഗും രണ്ടുപേരും ക്രോധി ജ്വാലയുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിപ്പ് എടുത്തോണ്ട് പോകുന്ന പോലെ ഡ്രാമ കളിച്ചതാണ്. വരൂ വരൂ ഗട്ടുപൊട്ടു, സ്വാഗതം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പോ ആദ്യത്തെ പേര് എന്താ ബോസ്? ഗട്ടുപട്ടു, നിങ്ങൾ രണ്ടുപേരും ഇന്റലിജന്റ് മാത്രമല്ല, വളരെ അഹംഭാവികളുമാ. എടോ ക്രോധി ജ്വാലേ, ആ ചിപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അത് എനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കോണം. സെക്കൻഡ് ഓപ്ഷൻ, ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. ക്രോധി ജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ ഒരിക്കലും കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല. മനസ്സിലായോ?
ഗട്ടു! ഒരു മിനിറ്റ്. നീ എന്താണോ കാണുന്നത് അത് സത്യമല്ല. നീ കാണുന്നതെല്ലാം സത്യമേ അല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായോ നിനക്ക്? നീ എന്താണ് പറഞ്ഞു വരുന്നത് ബട്ടു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്. ക്രോധിജ്വാല സാർ, സാറിന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഒന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇതാണ് നിങ്ങളുടെ അവസാന ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. മുകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുക? ക്രോധി സാറേ, ചിപ്പ് മോഷണം പോലെ തൊട്ട് ബട്ടുയുടെ ടീഷർട്ടിലെ ബട്ടണിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായോ? അദ്ദേഹം എന്റെ പാർട്ണർ ഹിത്തൻ റാവലാണ്. അദ്ദേഹമാണ് ഡയമണ്ട്സ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? അദ്ദേഹമാണ് പ്രോജക്റ്റിന് വേണ്ടി ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് മോഷ്ടിക്കാൻ പാടില്ല. ഹിതേൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മനസ്സിലായോ? നമ്മൾ ആ ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർമിക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് മോഷ്ടിക്കാൻ കഴിയും? പ്ലീസ് ഹിതൻ, അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ നശിപ്പിക്കരുത്. ഈ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ലോകം തന്നെ നശിപ്പിക്കും. മനസ്സിലായല്ലോ? ബട്ടു, നീ ഒരിക്കലും അവനെ വിടരുത്. ഇന്നത്തോടെ അവന്റെ കഥ തീർക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് ആ ചിപ്പ് എത്ര പെട്ടെന്ന് എനിക്ക് കൊണ്ടുവന്ന് തരണം പ്ലീസ്. കണ്ടില്ലേ, ഇപ്പൊ രണ്ടാമത്തെ സീൻ കാണുന്നോ? രണ്ടാമത്തെ സീൻ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അത് എനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം. എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കോണം. സെക്കൻഡ് ഓപ്ഷൻ ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. ക്രോധിജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല. മനസ്സിലായോ? ഗട്ടു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഇല്ല ബട്ടു, എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന്. നോക്ക് ഗട്ടു, ഈ രണ്ടുപേരുണ്ടല്ലോ, കെയ്ൻ സിംഗും ക്രോധിജ്വാലയും, അവര് രണ്ടുപേരും സംസാരിച്ചു കഴിയുമ്പോ ഒരേപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് കെയ്ൻ സിംഗും പറയാറ്. ക്രോധിജ്വാലയ്ക്ക് പോലും ഇതേ സെയിം ഹാബിറ്റ് ഉണ്ട്. അതായത് സെയിം ടു സെയിം എക്സാക്ട് ആയിട്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് നീ പറഞ്ഞു വരുന്നത്? ഇവർ രണ്ടുപേരും ഒരേ ആളാണെന്നാണോ? യെസ് ഗട്ടു, കറക്റ്റ് ആണ്. എന്തൊരു സ്മാർട്ടാണ്. രണ്ടുപേരും ഒരേ ആള് തന്നെയാണ്. ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു. അതായത് വലിയൊരു പ്രശ്നം. സ്മാർട്ട്, വെരി സ്മാർട്ട്. വെരി സ്മാർട്ട് ബട്ടു. നിങ്ങൾ നല്ല ഡിറ്റക്റ്റീവ് ആണ്. എക്സലന്റ് ഡിറ്റക്റ്റീവ്. പക്ഷെ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും എന്റെ പ്ലാൻ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എത്ര മനോഹരമായിട്ട് പ്ലാൻ ചെയ്തത്. ആദ്യം ഞാൻ ചിപ്പുണ്ടാക്കും, എന്നിട്ട് ഹിത്തിനെ വെച്ച് അത് മോഷ്ടിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ മീത് ആർക്കും സംശയം വരില്ല. എന്നിട്ട് ഞാൻ ക്രോധി സിംഗായി മാറി അതിനെ മോഷ്ടിക്കും. അങ്ങനെയാണ് ഹിത്തനും രക്ഷപ്പെടുക. എന്നിട്ട് ഞാൻ ക്രോധിയായി മാറി ലോകത്തിനെ തന്നെ കൊള്ളയടിക്കും. അപ്പൊ കെയ്ൻ സിംഗിന്റെ മീത് ആർക്കും സംശയം വരില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ പ്ലാൻ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്. ബട്ടു, വാവ്, കലക്കി കളഞ്ഞല്ലോ നീ. യു ആർ സോ ഗ്രേറ്റ്. നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഓ, സംഭവം തന്നെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാലും ഇരിക്കട്ടെ. താങ്ക് യു. കെയ്ൻ സിംഗ് സാറ്, ആ ചിപ്പ് എന്നാ തിരിച്ചു തന്നേക്കൂ. എന്നിട്ടേ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. ഇൻസ്പെക്ടർ മൻമാനി സാറോടെ മുകളിലും മലയുടെ മേലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ്ലി? നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാന്ന്? കൂട്ടുകാരെ, ഇവന്മാരെ കഥ തീർക്ക്. ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല.
സൂപ്പർ കട്ടു. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ബോസ്? ബട്ടു സാറിന് ആരെങ്കിലും അടിച്ചാലേ നമ്മുടെ ഗട്ടു സാറിന്റെ ഫ്യൂസ് പോവും. അങ്ങനെയാണ് ബോസ്. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? ടാങ്കോ സുലോ അറ്റാക്ക്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളത് ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികള്. നോക്ക്, അയാൾ അറ്റാക്ക് എന്ന് പറഞ്ഞോണ്ടേ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പുറപ്പെടുന്നു. എന്താണിത്? ഇതൊന്നും നല്ലതല്ല. നിങ്ങൾക്കായിട്ട് നല്ലൊരു ജീവിതം ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സർവന്റായിട്ട് ഇരിക്കാനല്ല ജനിച്ചത്, കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്പൺ എയർ, മനോഹരമായ ലൊക്കേഷൻ, ടോട്ടലി ഓപ്പൺ സ്കൈ, പച്ച നിറഞ്ഞ സ്ഥലങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ? ആലോചിക്കുമ്പോ തന്നെ എത്ര നന്നായിട്ടുണ്ട്, എത്ര നന്നായിട്ടുണ്ട്. ഒന്ന് ചെയ്യൂ. ആ കാണുന്ന സ്റ്റെപ്പ് വഴി നിങ്ങൾക്ക് പുറത്തു പോകാം. ഞാനല്ലേ പറയുന്നത്, പോകൂ, പോയി ജീവിതം ജീവിക്കാൻ നോക്കൂ. ടാങ്കോ സോളോ അവിടെ നിൽക്ക്. സ്റ്റോപ്പ്, ഐ കമാൻഡ് യു. നിങ്ങളുടെ രണ്ടുപേരത്തെ എന്ത് മാജിക് ആണുള്ളത്? അനിമൽസിനെ പോലും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. മിസ്റ്റർ KN സിംഗ്, ഇനിയെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യുവോ അതോ ബാക്കിയുള്ളവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കൂ? വിശ്രാംപൂരിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ ഒത്തിരി തല്ലിയിട്ടുള്ളതല്ലേ? ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് തല്ല് വാങ്ങിക്കാനല്ല. എടാ പിള്ളേരെ, വേഗം രക്ഷപ്പെട്ടോടാ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ നമ്മുടെ തടി കേടാവും. വേഗം വാ. ബോസ് ബോസ്, പോകുമ്പോ ഈ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് പോ. വില്ലത്തരത്തിന്റെ അടുത്ത പേര് ഷെയർ സിംഗ്. വായടക്കടാ, വായടക്കടാ. സിംഹ രക്ഷപ്പെടാൻ നോക്കുമ്പോ എലികൾ അതിന് അടി വാങ്ങിച്ചു തരാൻ നോക്കാണോ? നിന്റെ പ്ലാൻ നടക്കില്ലടാ. രക്ഷപ്പെട്ടോ? ഞാൻ ഇത്രയും കാലം ബുദ്ധിമുട്ടിയതൊക്കെ വെറുതെ പോയി. നിങ്ങൾ രണ്ടാളും എന്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞല്ലോ. എടോ KN സിംഗ്, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. ജയിലിൽ പോകാനുള്ള സമയമായി. Hands up! ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. പിന്നെ CID ഖന്ന, നിന്നെ ഞാൻ സ്പെഷ്യൽ ജയിലിൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾ പറ്റിച്ചത് മൻമാണിയെയാണ്. മനസ്സിലായോ? അനങ്ങിപ്പോവരുത്. Watch India's largest kids library only on Jio Hotstar. Download the app now.